മോനെ ബാഗിലും മഴയും പെയ്യുന്നേ. ഇതല്ലേ രസം. ചെട്ടി കണ്ടോ? അവിടെ വരെയുണ്ട്. മോനെ സ്വർഗത്തിലുണ്ടാവുന്ന ഭൂമിയെക്കാട്ടിലും ഭംഗിയുണ്ടോ നമുക്ക് ഏതെങ്കിലും ഉസ്താദുമാരോട് ചോദിക്കണം. ഗുണ്ടിൽപേട്ട സ്ഥലം വരുന്നത് മോഹൻലാലിന്റെ സിനിമ പറഞ്ഞിട്ട് അവര് മുന്തിരിത്തോപ്പുകളിൽ എന്നുള്ളത് മാറ്റി നമുക്ക് എന്താ പറയാ, ഒരു പൂക്കാലം തന്നെ പറയാം. ഇവിടെ രാപ്പാർക്കാം. എന്ത് ഭംഗിയാ മക്കളെ, ഒരു രക്ഷയില്ല. സ്വർഗത്തിലെ പൂന്തോട്ടം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇതായിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം കേട്ടോ. നമ്മൾ പറയുന്ന മരണാനന്തര സ്വർഗത്തിലെ പൂന്തോട്ടം ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കാം. എന്ത് തന്നെ ആയാലും ഞാൻ പറഞ്ഞതുപോലെ മോഹൻലാലിന്റെ സിനിമയിൽ പറയും പോലെ മുന്തിരി വള്ളികളിൽ രാപ്പാർക്കാമെന്ന് പറയുന്നതിനെക്കാട്ടിലും പൂന്തോട്ടത്തിൽ നമുക്ക് രാപ്പാർക്കാം. എന്താ രസം! ഇതൊക്കെയാണ് കാണേണ്ട കാഴ്ചകൾ തന്നെ. അങ്ങനെ ഗൈസ്, വെക്കേഷൻ തുടങ്ങിയപ്പോൾ ജസ്റ്റ് ഒരു റിലാക്സേഷൻ കിട്ടണം എന്നുള്ള രീതിയിൽ പോകുന്നതായിരുന്നു ഗൈസ്. പക്ഷേ ഇതേപോലെ റിലാക്സ് ആവാൻ വേറെ എവിടെയെങ്കിലും പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. അത് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവില്ല. കണ്ണിന് അത്രമേൽ കുളിർമ ഏകുന്ന ഒരിടത്താണ് ഗൈസ് ഞാനുള്ളത്. ഞാൻ ഗുണ്ടിൽപേട്ട, അയ്യോ എൻ്റെ തലയിൽ വെച്ച പൂ പോയി ഗൈസ്. ഞാൻ ഗുണ്ടിൽപേട്ടയാണുള്ളത്. ഗുണ്ടിൽപേട്ട നമ്മുടെ തെച്ചിയൊക്കെ കൃഷി ചെയ്യുന്ന കൃഷിയിടങ്ങളിലാണ് ഉള്ളത്. ഇവിടെ തെച്ചിയുണ്ട്, സൂര്യകാന്തി ഉണ്ട്. സൂര്യകാന്തിയൊക്കെ അപ്പുറാട്ടോ. അപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു മൊമെൻ്റ് എന്ന് പറയുന്നത്, നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ പൂവെൻ്റെ തലയിൽ നിൽക്കൂലെന്ന് വാശി ചെയ്യാൻ തോന്നുന്നു. നമുക്ക് എന്തെങ്കിലും വിഷമമോ സങ്കടമോ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ട്രാവൽ ചെയ്താൽ നമ്മൾ ഒരുവിധം എന്താ പറയുക, ടെൻഷനും അസുഖവും ഒക്കെ മാറിക്കിട്ടുമെന്ന് പറയില്ലേ? അത് ശരിക്കും സത്യമാട്ടോ. കാരണം ഇത്രമേൽ മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് വരുന്ന സമയത്ത് നമുക്ക് എന്തുകൊണ്ട് റിലാക്സ് ആവാൻ പറ്റാത്തത്? ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് ഗൈസ്. ആ ഭാഗത്ത് ഫുള്ള് ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഭാഗത്തേക്ക് അങ്ങനെ ആരുമില്ല. നമ്മൾ ആരും ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് കുറച്ച് വന്നിട്ട്
കുറേ റീൽസും വീഡിയോസും ഒക്കെ എടുത്തതാട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഈ അത്തം തീരുന്നത് വരെ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ കൃഷി. ഇതെല്ലാ വർഷവും ഇവിടെ പൂക്കൃഷി നടത്തുന്നതാണ്. എല്ലാ വർഷവും കാണാൻ വരാറുണ്ട്. പിന്നെയും പോയി. ഇവൻ എന്നോട് വലിയ താല്പര്യമില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഇനി തലയിൽ വെക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ കാണണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ അത്തം തീരുന്നതിൻ്റെ മുമ്പായിട്ട് വരിക, വന്ന് കാണുക. എന്ത് രസമാണെന്നറിയോ അവിടെയൊക്കെ. അതിൻ്റെ പേരെന്തായിരുന്നു, എന്താ മല്ലിക. കയറുന്നിടത്ത് തന്നെ മല്ലിക പൂവാട്ടോ ഇഷ്ടം പോലെ ഉള്ളത്. അപ്പുറത്തെ സൈഡിലേക്കായിട്ട് സൂര്യകാന്തിയാണ്, പിന്നെ മല്ലികയാണുള്ളത്, പിന്നെ അതേ ചെട്ടിയാണുള്ളത്. ഓറഞ്ച് കളർ ചെട്ടിയാട്ടോ ഉള്ളത്. തുമ്പ. ഇവിടെയൊക്കെ ദേ ഒരു ഫോൺ നോക്കണ്ടേ. ഇവിടെയൊക്കെ നമ്മുടെ എന്താ പറയുക ഒരു കാലത്ത് ഒരുപാടുണ്ടായി. എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ തുമ്പ പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് തൊടിയെ പോയിട്ടുണ്ട് കേട്ടോ. അത് അപ്പുറത്തെ വീട്ടിലുള്ള അമ്മക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ വളരെ റെയറായിട്ടേ തുമ്പ കാണാറുള്ളൂ. പക്ഷേ ഇവിടെ ഒരുപാട് തുമ്പ ഉണ്ട്. അങ്ങോട്ട് നോക്കി അവിടുന്ന് തുമ്പ പറിക്കുന്നത്. അത്രമേൽ തുമ്പ പറിക്കാൻ മാത്രമുണ്ട്. തുമ്പയുടെ വലിയൊരു ചെടി വരെ ഉണ്ട് ഇവിടെ. ഏത് തന്നെ ആയാലും എൻ്റെ മക്കളെ, എന്തൊരു വിഷമമുണ്ടെങ്കിലും ഒരു യാത്രയിലൂടെ നമുക്ക് എല്ലാ വിഷമവും സങ്കടങ്ങളും ഒക്കെ മാറും എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഏകദേശം നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇങ്ങോട്ട്? ഒരു 130 കിലോമീറ്റർ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടുണ്ട് കേട്ടോ. ഏകദേശം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഗുരുവായൂർ പോകുന്ന ദൂരം അത്രേ ഉള്ളൂ കേട്ടോ. പക്ഷെ വരുന്ന വഴിക്ക് ഫോറസ്റ്റിൽ കൂടിയാണ് വന്നത്. ആനനെ കണ്ടു, കാട്ടിനെ കണ്ടു, മാനിനെ കണ്ടു, കുരങ്ങിനെ കണ്ടു. അതൊക്കെ കണ്ട് ഒരു പീസ്ഫുള്ളായിട്ട് നമുക്കൊരു യാത്ര. അതാണ്. അപ്പം നിങ്ങൾക്കൊക്കെ ആഗ്രഹമില്ലേ നമ്മുടെ ഭൂമിയിലെ സ്വർഗം കാണാൻ? അപ്പോൾ ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്നത് ഇതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അത്രമേൽ മനോഹരമാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വന്നോളൂ. അത്തം ഇന്നത്ര 2 or 3 അങ്ങനെ ആയില്ലേ? അത് തീരുന്നതിൻ്റെ മുമ്പ് വന്നോളൂ. കാരണം അത്തം 10 ആകുമ്പോഴേക്കും ഇവിടെ ഇതൊക്കെ കഴിയും. കാരണം ഇത് അവരുടെ കൃഷിയാണല്ലോ. ഈവനിങ് വന്നിട്ട് അവർ പറിച്ചിട്ട് മോർണിംഗിലാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ എത്തുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാം. അങ്ങോട്ടൊക്കെ കണ്ടോ ഓറഞ്ച് പാടങ്ങളെന്ന് പറയുന്നത് ഉണ്ട്. അപ്പം അങ്ങനെയാണ്. ഇതാണ് നമ്മുടെ ഭൂമിയിലെ സ്വർഗം. കാണേണ്ടവർ എത്രയും പെട്ടെന്ന് ഓടി വന്ന് കണ്ടോളി കേട്ടോ. ചേട്ടാ, സ്വർഗം കാണണോ? ഏത് മരണാനന്തരം കാണുന്ന സ്വർഗമല്ല കേട്ടോ, ഭൂമിയിലുള്ള സ്വർഗം കാണണോ നിങ്ങൾക്ക്? ഇതേ കണ്ടോളി. ഇതിലെന്താ സ്വർഗം എന്നല്ലേ? പോരി കാണിച്ചു തരാം. ഇതാ മക്കളെ, ഭൂമിയിലെ സ്വർഗം. എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. ഈ പൂന്തോട്ടത്തിനെ നമുക്ക് ഭൂമിയിലെ സ്വർഗമെന്ന് വിളിക്കാൻ പറ്റൂലേ? ഒന്ന് നോക്കിയേ, എത്ര മനോഹരമാണ് ഈ കാഴ്ച എന്നറിയോ? എത്ര വിഷമുള്ളവനും എത്ര സങ്കടമുള്ളവനും എന്ത് ബുദ്ധിമുട്ടുള്ളവനും ദേ ഇങ്ങോട്ടേക്ക് പോരി. ഇതിൻ്റെ നടുവിലൂടെ കുറച്ച് ഒന്ന് നേരം നടക്കുന്ന സമയത്ത് നിങ്ങളുടെ വിഷമവും സങ്കടമൊക്കെ അങ്ങ് ദൂരെ ദൂരെ പോവും. അപ്പം ദേ മരണാനന്തര സ്വർഗമല്ല, ഭൂമിയിലെ സ്വർഗം കാണേണ്ടവർ ഇങ്ങോട്ട് പോന്നോളൂ. സ്ഥലം എവിടെയാ വെച്ചാൽ ഗുണ്ടിൽപേട്ടാണ്. പൂക്കൃഷി ആ സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇത് പോകണം. ഭൂമിയിലെ സ്വർഗത്തിൽ എങ്ങനെ പീസ്ഫുള്ളായിട്ട് നിൽക്കാൻ പറ്റും? അതിനേക്കാട്ടിലും മനോഹാരിത വേറൊന്നിനും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഭൂമിയിലെ സ്വർഗം. എന്ത് മനോഹരമാണല്ലേ ഇത്. എത്ര സുന്ദരമാണ്. കണ്ണിന് എന്തുമാത്രം കുളിർമയേകുന്നൊരു ഇടാന്നറിയോ? എന്ത് വിഷമോ സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ മാറിപ്പോകും നമുക്കിത് ഇങ്ങനൊരു കാഴ്ച കാണുമ്പോൾ. അവിടെ ഒരു അമ്മ കൃഷി നുള്ളിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് കൃഷിപ്പാടത്താട്ടോ നമ്മൾ വന്നത്. ഗുണ്ടിൽപേട്ട്
അപ്പോൾ അവിടെ അവർ നാളത്തേക്ക് അല്ലെ ഇന്ന് ഈവനിങ് കൊറിയർ അയക്കുക, അല്ല കൊറിയർ ഈവനിങ് കയറ്റി അയക്കാനുള്ള പൂവ് അവർ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര രസമാണെന്നറിയോ? ഞാനും തലയിലൊന്നും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വളരെയധികം ബ്യൂട്ടിഫുള്ളാണ്. അല്ലാത്തൊരു കാഴ്ചയല്ല. അവിടെ കയറി വരുന്നിട്ട് തന്നെ മല്ലിക ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ അപ്പുറം സൂര്യകാന്തി ഉണ്ട്. സൂര്യകാന്തി തോട്ടത്തിലേക്ക് ആർക്കും പ്രവേശനം ഇല്ലാന്ന് തോന്നുന്നു, എന്നാലും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് മനോഹരമായിട്ടുള്ള സ്ഥലം. സ്റ്റാർട്ട് ചെയ്യാൻ